കോവിഡ് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട നിബന്ധനകളും നിർദ്ദേശങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രസ് ക്ലബ്ബിൽ അല്ലെങ്കിൽ മറ്റൊരു പൊതുസ്ഥലത്ത് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താൻ കഴിയാതെ പോയത്. അതിൽ മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അസൗകര്യത്തിൽ ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. പ്രധാനമായും ഇത്തരത്തിലൊരു അടിയന്തര സ്വഭാവത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം Sprinkler.com അഴിമതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 3 ഫേസ്ബുക്ക് ലൈവ് സംപ്രേഷണം നടത്തുകയുണ്ടായി ഇതിനു മുമ്പ്. ആദ്യം പ്രധാനമായും ഞങ്ങൾ ഉന്നയിച്ചത് COVID-19 രോഗബാധയെ തുടർന്ന് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അമേരിക്കൻ കുത്തക കമ്പനിയായിട്ടുള്ള Sprinkler.com എന്ന കമ്പനിക്ക് അനുമതി കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം, വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാർ പ്രസിദ്ധീകരിച്ചത്. വളരെ വിചിത്രമെന്ന് പറയട്ടെ, സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു രേഖയും സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയല്ല, മറിച്ച് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖകൾ മുഴുവൻ Sprinkler.com എന്ന് പറയുന്ന കമ്പനിയുടെ രേഖകളാണ്. ഗവൺമെൻറ് ഓഫ് കേരള അതിൽ ഒരു സ്ഥലത്ത് മാത്രം 2 സ്ഥലത്ത് മാത്രം IT സെക്രട്ടറി ഒപ്പുവെച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഫയൽസും ഗവൺമെൻറ് പ്രൊസീഡിങ്സും ഗവൺമെൻറ് ഉത്തരവുകളും ഇതുമായി ബന്ധപ്പെട്ട് നാളെ വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു കരാർ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യത്തെ പ്രസക്തമായ ചോദ്യം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഇടതുപക്ഷ രാഷ്ട്രീയ നയത്തിന് അനുരോധമായിട്ടുള്ള നിലപാടാണോ LDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള Sprinkler.com എന്ന കമ്പനിക്ക് ഈ രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യതാവകാശം കൈമാറാനുള്ള നിലപാട് ഇടതുപക്ഷ നയത്തിന് അനുരോധമാണോ? കാരണം LDF ഗവൺമെൻറ്റിൻ്റെയും CPMൻ്റെയും CPIയുടെയും ഒക്കെ പ്രഖ്യാപിതമായിട്ടുള്ള പോളിസി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രീ സോഫ്റ്റ്വെയർ പോളിസി അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നയമാണ് CPM തുടരുന്നത്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള രേഖകളിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയം പിന്തുടരുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കാലയളവിലാണ് ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്ക് ഭരണപരമായ വ്യവസ്ഥകളോ നിയാമകമായിട്ടുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ പാലിക്കാതെ ഏകപക്ഷീയമായി, ഒരു ഫയൽ പോലും ഇല്ലാതെ ഏകപക്ഷീയമായി ദശലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഡേറ്റ കൈമാറാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ആധാറിനെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും സമരം ചെയ്തവർ സ്വകാര്യതാവകാശം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത CPMൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മൗലികാവകാശമായിട്ടുള്ള സ്വകാര്യതാവകാശത്തെ ലംഘിച്ചുകൊണ്ട് അവരുടെ അനുമതി കൂടാതെ ഭരണപരമായ നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ ഏകപക്ഷീയമായി ഒരു കരാർ അല്ലെങ്കിൽ ഒരു ഓർഡർ ഫോം ഇത്തരത്തിലൊരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്ധകരായി മാറി തീർന്നിരിക്കുന്നു കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്. 2, ഇന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ രാവിലെ നടന്ന പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിന് ധനബാധ്യതയില്ലാത്തത് കൊണ്ടാണ് നിയമവകുപ്പുമായി ആലോചിക്കാതിരുന്നത് ഒരു അന്താരാഷ്ട്ര കമ്പനിയുമായി ഒപ്പുവെച്ചതിനെ സംബന്ധിച്ചിടത്തോളം. എത്രയോ ബാലിശമായ വാദമുഖമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്.
ഒരു കരാർ ഒപ്പിടുമ്പോൾ അതും ഒരു അന്താരാഷ്ട്ര കമ്പനിയുമായി കരാർ ഒപ്പിടുമ്പോൾ ആ ഒപ്പിടുന്നതിന് അനുരോധമായി ഒരു പ്രൊസീഡിങ്സ് വേണ്ടേ, ഓഫർ വേണ്ടേ, അക്സെപ്റ്റൻസ് വേണ്ടേ, അതുമായി ബന്ധപ്പെട്ട ഫയൽ വേണ്ടേ, ആ ഫയലിന്മേൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ തീരുമാനങ്ങൾ വേണ്ടേ? വിവിധ വകുപ്പുകൾ അടങ്ങുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു വകുപ്പുകളുമായി പോലും ആലോചിക്കുകയോ ഫയൽ റൂട്ടിംഗ് പ്രൊസീജിയർ ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചതുപോലെ റൂൾസ് ഓഫ് ബിസിനസിൻ്റെ ഒരു ചട്ടങ്ങളും പാലിക്കാതെ മാർച്ച് മാസം 25-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 24-ാം തീയതി വരെയുള്ള 6 മാസക്കാലം COVID-19 ബന്ധപ്പെട്ട് കേരളത്തിലെ രോഗികളുടെയും ക്വാറന്റൈനിൽ കഴിയുന്നവരുടെയും ഒക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ 41 കോളങ്ങളുള്ള എന്യൂമറേഷൻ ഫോം മുഖാന്തരം സമാഹരിച്ച് ഒരു സ്വകാര്യ കുത്തക കമ്പനിക്ക് കൊടുക്കാൻ എങ്ങനെ ആര് ഈ ഗവൺമെൻറ് അധികാരം നൽകി എന്നതിന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. ഫയൽ ഉണ്ടെങ്കിൽ, ഫയൽ പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾക്കറിയാം, ആകെ ആധാരമായി പറയുന്നത് ഒന്ന് മാർച്ച് മാസം 24-ാം തീയതി ഒപ്പുവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 13-ന് പ്രസിദ്ധീകരിച്ച നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റാണ്. ഒന്ന് മാർച്ച് 24-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള, മാർച്ച് 24-ാം തീയതി ഒപ്പുവച്ചു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു രേഖ. 2 ഏപ്രിൽ മാസം 2-ാം തീയതി നമ്മുടെ IT സെക്രട്ടറിയും അതുപോലെ കമ്പനിയുടെ എക്സിക്യൂട്ടീവും ഒപ്പുവെച്ചിട്ടുള്ള രേഖയാണ് ബേസിക് എഗ്രിമെന്റ് ഡോക്യുമെന്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇതാണ്. ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, അതുപോലെ M. ശിവശങ്കരൻ IAS അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ M. ശിവശങ്കരൻ IAS ഒപ്പുവെച്ചതിൻ്റെ താഴെ തീയതിയില്ല എന്ന് ആർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും. എക്സിക്യൂട്ടീവ് ഒപ്പുവെച്ചതിൻ്റെ താഴെ 12 ഏപ്രിൽ 2020 എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊരു പർച്ചേസ് ഓർഡർ നമ്പർ ഇല്ല. ഇവർ പറയുന്ന ഈ പറയുന്ന ഫോറത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ആധാര രേഖയായി സൂചിപ്പിക്കുന്ന ഓർഡർ ഫോമിനകത്തൊരു ഓർഡർ നമ്പറില്ല. കസ്റ്റമറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കൺസിഡറേഷനും പാസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്ത് കറൻസി US ഡോളറിലാണ് കറൻസി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പർച്ചേസ് ഓർഡർ നമ്പറില്ല. ശിവശങ്കരൻ എന്ന് പറയുന്ന IT സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്നത് ഗവർണർക്ക് വേണ്ടി, കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ടാണോ എന്ന് പോലും കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത, ഈ പറയുന്ന 2-ാം തീയതി ഏപ്രിൽ 2-ാം തീയതി ഒപ്പുവെച്ചിരിക്കുന്ന ഓർഡർ ഫോം എന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി നിലവിൽ വരും. മാർച്ച് 25-ാം തീയതി മുതൽ ഈ കമ്പനി ശേഖരിച്ച വിവരങ്ങളെ സാധൂകരിക്കുന്ന എഗ്രിമെൻ്റാണ്. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റാണ്. എങ്ങനെയാണ് സാധനം വാങ്ങി മാർച്ച് 25-ന് തുടങ്ങി ഏപ്രിൽ മാസം 2-ാം തീയതി വരെ ഈ വിവരശേഖരണം നടത്തിയതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ഉത്തരവ് ഗവൺമെൻറ് നൽകിയിട്ടുണ്ടോ? ഒരു തുണ്ട് കടലാസ് കാണിക്കാമോ? പ്രസിദ്ധീകരിച്ചതിൽ ആകെ ഉള്ളതൊരു നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റാണ്. മാർച്ച് മാസം 24-ാം തീയതി ഒപ്പുവെച്ചു എന്ന് പറയുന്ന ഒരു നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വിവരം പുറത്തുവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവരശേഖരത്തിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ആ നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, ആ ഒപ്പിൻ്റെ അടിയിലും തീയതിയില്ല. IT സെക്രട്ടറി ഒപ്പിട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ തീയതിയില്ല. അതിൻ്റെ ഫ്രണ്ട് പേജിൽ, പ്രധാനപ്പെട്ട പേജിൽ മാർച്ച് 24, 2020 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഏപ്രിൽ മാസം 2-ാം തീയതി ഒപ്പുവെച്ച പർച്ചേസ് ഓർഡർ ഫോം മാർച്ച് മാസം 25-ാം തീയതി മുതൽ സംഭരിച്ച വിവരശേഖരം. ഞാൻ ചോദിക്കുന്നു, ഞാൻ ക്വാറന്റൈനിൽ കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ്, 17 ദിവസം. എൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരം എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ സമാഹരിച്ചൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ എന്തധികാരം, എന്തവകാശം? നിങ്ങൾ പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും ന്യായീകരിച്ചാലും ഈ പറയുന്ന മാർച്ച് 25 മുതൽ ഏപ്രിൽ മാസം 2 വരെ
ഇത് മുഴുവൻ കളക്ട് ചെയ്തത് ഏത് ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ധാരണയുടെ അടിസ്ഥാനത്തിൽ? നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റിൻ്റെ സാധ്യതയെ സംബന്ധിച്ചൊന്നൊരു ചാനൽ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ആ ചാനലിലെ വാർത്താ മാധ്യമപ്രവർത്തകൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ സാങ്കേതികത്വത്തെ സംബന്ധിച്ച് എനിക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതനുസരിച്ചാണെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏപ്രിൽ 14 എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതായത് മാർച്ച് മാസം 24 ഒപ്പുവച്ചു എന്ന് പറയുന്ന NDA നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ മാസം 14 എന്ന് പറയുമ്പോൾ സംശയം, ദുരൂഹത വീണ്ടും വർദ്ധിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? ഇത് ശരിയാണെങ്കിൽ, ഇത് IT എക്സ്പെർട്സാണ് പറയേണ്ടത്, ഇത് ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിച്ച രേഖയിൽ നിന്നൊരു മാധ്യമപ്രവർത്തകൻ ഗവേഷണ കൗതുകത്തോടുകൂടി പുറത്തുവിട്ട ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ്. ഈ നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റിൻ്റെ അടിയിൽ പോലും ഈ പറയുന്ന 2 പേരും ഡേറ്റ് വെച്ചിട്ടില്ല. മാർച്ച് 24 ഒപ്പുവച്ചു എന്ന് അവകാശപ്പെടുന്ന NDAയിൽ നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റിൻ്റെ താഴെ 2 പേരും, കമ്പനിയുടെ പ്രതിനിധിയും കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള IT സെക്രട്ടറിയും ഒപ്പുവച്ചിട്ടില്ല. ഇത് 24 അല്ല ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത്, ഏപ്രിൽ മാസം 14 ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ഗവേഷണ കൗതുകത്തോടുകൂടി പഠനം നടത്തി റിപ്പോർട്ട് ചെയ്യുന്നു. ഗവൺമെൻറ് ഈ കാര്യം വിശദീകരിക്കണം. ഇനി ധാരാളം വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള, അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറയുന്നു ഇത് സൗജന്യ സേവനമാണ്. മാർച്ച് 25 മുതൽ സെപ്റ്റംബർ മാസം 24 വരെയുള്ള 6 മാസക്കാലം കോവിഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തി വിശകലനവും സങ്കലനവും ചെയ്യാനുള്ള കമ്പനിക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ കമ്പനി നൽകുന്ന സർവീസ് സമ്പൂർണ്ണമായും ഫ്രീ ആണ്, സൗജന്യമാണ്. ഞാൻ ചോദിക്കുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ് വായിച്ചാൽ ടോട്ടൽ അട്ടർ കൺഫ്യൂഷനാണ്. ആ ഏപ്രിൽ 2 പർച്ചേസ് ഓർഡർ ഫോമിൽ തന്നെ കോളങ്ങളുണ്ട്, ഓരോന്നിനുമുള്ള ചാർജിനെ സംബന്ധിച്ചുള്ള കോളങ്ങളുണ്ട്. ആ കോളങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിക്കാണും. വളരെ രസകരമായിട്ടുള്ളതാണ് ആ കോളങ്ങൾ. ആ കോളങ്ങളിൽ ഇതാണ് അതിൻ്റെ കോളങ്ങൾ, ഓരോ കോളങ്ങളും. ഞാൻ ഓരോ സമയ ചുരുക്കമുള്ളതുകൊണ്ട് വായിക്കുന്നില്ല. ഇൻഫർമേഷൻ ഇൻ്റലിജൻസിനുള്ള ഫീസ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻസിനുള്ള ഫീസ്, സിറ്റിസൺ എൻഗേജ്മെൻറ്റിനുള്ള ഫീസ്, സിറ്റിസൺ പോർട്ടലിനുള്ള ഫീസ്, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞിരിക്കുന്നത് TBD. TBD മീൻസ് ടു ബി ഡിസൈഡഡ്. ടു ബി ഡിസൈഡഡ് മീൻസ് പിന്നീട് തീരുമാനിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു കോവിഡ് പീരീഡ് കാലയളവിലെ സർവീസ് സമ്പൂർണ്ണമായും സൗജന്യമാണ്. പക്ഷെ വാചകത്തിൻ്റെ ഘടന പരിശോധിച്ച് നോക്കിയാൽ 2 രൂപത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. The customer is under no obligation to pay for the sprinkler service herein during the COVID-19 pandemic. COVID-19 പകർച്ചവ്യാധി നിലനിൽക്കുന്ന കാലയളവിൽ കസ്റ്റമർ മീൻസ് ഗവൺമെൻറ് ഓഫ് കേരള ഈസ് നോട്ട് ലയബിൾ ടു പേ. ബട്ട് അപ്പോൺ ദ കൺക്ലൂഷൻ ഓഫ് സ്കോപ്പിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഈ സ്കോപ്പിൽ പറയുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം സ്പ്രിംഗ്ലർ വിൽ പ്രൊവൈഡ് കസ്റ്റമർ വിത്ത് ദ പ്രൈസിംഗ് ഫോർ ദ നെസസറി സ്പ്രിംഗ്ലർ സർവീസസ്. സ്പ്രിംഗ്ലർ സർവീസസിന് ആവശ്യമായിട്ടുള്ള വില എന്തെന്നുള്ളത് കമ്പനി നിശ്ചയിക്കും. ആ കമ്പനി നിശ്ചയിച്ച വില ഗവൺമെൻറ്റിനെ അറിയിക്കും. ഗവൺമെൻറ്റിന് വിവേചനാധികാരത്തോടുകൂടി അതിന്മേൽ തീർപ്പ് കൽപ്പിക്കാം, തീരുമാനമെടുക്കാം. അപ്പോൾ ഇത് സൗജന്യമാണ്, സമ്പൂർണ്ണമായും സൗജന്യമാണ്, എങ്ങനെ ഗവൺമെൻറ് വാദിക്കാൻ കഴിയും? ആകെ പറഞ്ഞിരിക്കുന്നത് കോവിഡ് പാൻഡമിക് പീരീഡ് കാലയളവിൽ ഈ പൈസ കൊടുക്കണ്ട, ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ടു ബി ഡിസൈഡഡ് എപ്പോൾ? അപ്പോൺ ദ കൺക്ലൂഷൻ ഓഫ് സ്കോപ്പിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ പരിധിയിൽ വരുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം സ്പ്രിംഗ്ലർ വിൽ പ്രൊവൈഡ് കസ്റ്റമർ, ഗവൺമെൻറ് ഓഫ് കേരള, വിത്ത് ദ പ്രൈസിംഗ് ഫോർ നെസസറി സ്പ്രിംഗ്ലർ സർവീസസ്. ആവശ്യമായിട്ടുള്ള സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള പണം തീരുമാനിക്കും. അത് ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ലേറ്റർ. അപ്പോൾ അതിലുള്ള ദുരൂഹത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിലപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ എഗ്രിമെൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ
ഈ എഗ്രിമെൻറ്റിന് രണ്ട് രൂപത്തിൽ, ഈ എഗ്രിമെൻ്റ് എന്ന് പറയാൻ കഴിയില്ല, ഈ പർച്ചേസ് ഓർഡർ ഫോം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ല. പിന്നെ ഈ ഏപ്രിൽ 2 ഫോറത്തിൽ പറയുന്നു മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് പർച്ചേസ് ഓർഡർ ഫോം. ഒരു മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കണമോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമല്ല. ഗവൺമെൻറ് ഓഫ് കേരളയോ പാർട്ട്ണറോ നമ്മൾ ആരും തന്നെ ഒപ്പുവെച്ചിട്ടില്ല. ആകെ ഒപ്പുവെച്ചിട്ടുള്ളത് ഏപ്രിൽ 2 ഈ ഫോറത്തിലാണ്. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണുക ഈ ഡേറ്റ പ്രൈവസിയെ സംബന്ധിച്ചാണ്, ഡേറ്റ സെക്യൂരിറ്റിയെ സംബന്ധിച്ചാണ്. അതിനു മുമ്പ് ഏപ്രിൽ മാസം 10 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഏപ്രിൽ 11-നും 12-നും 2 പുതിയ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി. ആ 2 ഡോക്യുമെന്റ്സും വളരെ രസകരമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. രണ്ടാമത്തെ 11 ഉണ്ടാക്കിയ ഡോക്യുമെന്റിൽ 10 പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം 11 ഉണ്ടാക്കിയ കമ്പനി കൊടുത്തതാണ്, അല്ലാതെ ഗവൺമെൻറ് ഓഫ് കേരളമായിട്ടുള്ള കമ്പനിക്ക് ഈ ശിവശങ്കറിന് കൊടുത്തിട്ടുള്ള പേപ്പറിൽ എല്ലാ അവകാശവും അധികാരങ്ങളും കോപ്പി ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ, പെർഫോം ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ, യൂസ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒക്കെയുള്ള അവകാശം, അധികാരം സ്പ്രിംഗ്ലർ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് ഏപ്രിൽ 11 ക്ലാരിഫിക്കേഷൻ എഗ്രിമെൻ്റ് എന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 11th ഏപ്രിൽ അഫർമേഷൻ ലെറ്ററാണ്. അപ്പോൾ ഇത് അതിനേക്കാൾ വലിയ അബദ്ധ പഞ്ചാംഗമായി എന്ന് പറഞ്ഞതുകൊണ്ട് അത് വീണ്ടും തിരുത്തി 12 പുതിയ അഫർമേഷൻ ലെറ്റർ ഇറക്കി. 11 കൊടുത്ത അഫർമേഷൻ ലെറ്ററിൽ കമ്പനിക്ക് ഈ വിവരങ്ങളാകെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കാനുള്ള അവകാശവും അധികാരവും കൊടുത്ത വ്യവസ്ഥ കൂടി ചേർത്തുകൊണ്ട് കമ്പനി അഫർമേഷൻ ലെറ്റർ കൊടുത്തു. അത് തൃപ്തികരമല്ലാതെ വന്നപ്പോൾ 12 പുതിയ സെക്കൻഡ് അഫർമേഷൻ ലെറ്റർ 12, ഇതെല്ലാം വിവാദത്തിന് ശേഷമാണ്. 12th ഏപ്രിൽ 2020 സെക്കൻഡ് അഫർമേഷൻ ലെറ്റർ കൊടുത്തു. ആ അഫർമേഷൻ ലെറ്ററിൽ നിന്ന് ഞാൻ നേരത്തെ വായിച്ച ഭാഗം ഒഴിവാക്കി. പക്ഷേ ഒഴിവാക്കിയെങ്കിലും ഇത് മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ പാരഗ്രാഫ് 2.5, ഞാനത് വായിക്കുന്നില്ല സമയച്ചുരുക്കമുള്ളതുകൊണ്ട്, 2.5 എന്ന് പറയുന്ന മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളീ കൊടുത്ത കത്തല്ല, എഗ്രിമെൻ്റാണ് കോടതി മുമ്പാകെ ചർച്ച ചെയ്യപ്പെടുന്നത്. കോടതി മുമ്പാകെ പരിഗണനയ്ക്ക് വരുന്നത് എഗ്രി ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഒപ്പുവച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2-ാം തീയതിയും അതിനനുരോധമായിട്ടുള്ള മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റുമാണ് പ്രധാനമായും കോടതിയിൽ. അത് ഇപ്പോഴും മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അത് ഒഴിവാക്കാത്തിടത്തോളം കാലം ഇപ്പോഴും കമ്പനിക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം, ഡേറ്റ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഇതേവരെ ആരും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി പറയുന്നു Sprinkler.com ശേഖരിക്കുന്ന വിവരശേഖരം, ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരം സുരക്ഷിതമാണ്. ഈ എഗ്രിമെൻറ്റ് ഗവേൺ ചെയ്യുന്നത് ഏത് രാജ്യത്തെ നിയമമാണ്? ഒരു സംശയവും വേണ്ട, അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കയിൽ ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ന്യൂയോർക്കിൽ തന്നെ ഡൊമൈൻ എടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് Sprinkler.com. മലയാളി ആയിരിക്കാം അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുകൊണ്ട് അമേരിക്കൻ രജിസ്ട്രേഡ് കമ്പനി അല്ലാതായി മാറിത്തീരുമോ? പ്രവാസി മലയാളിയാണെങ്കിൽ അമേരിക്കൻ കമ്പനി അല്ലാതായി ഈ കമ്പനി മാറിത്തീരുമോ? അതിനകത്ത് വളരെ വ്യക്തമായി കമ്പനി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതെല്ലാം കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ആണ്. കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിനോട് അനുബന്ധമായി പ്രകടിപ്പിച്ചിട്ടുള്ള ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിനകത്ത് ഹൗ ഡസ് സ്പ്രിങ്കിൾ പ്രൊട്ടക്ട് കസ്റ്റമർ ഡേറ്റ, അതിൽ കമ്പനിയുടെ അധികാരികൾ തന്നെ പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു, ക്ഷമിക്കണം, ഇറ്റ് ഇസ് ക്വയറ്റ് ടെക്നിക്കൽ, മനസ്സിലാക്കിയെടുക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്പ്രിങ്ക്ലർ നോർമലി doesn't involve highly sensitive data requiring the associated high security. ഉന്നതമായ തീവ്രമായ സുരക്ഷ ആവശ്യപ്പെടുന്ന
സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നോർമലി വി ഡോണ്ട് ഇൻവോൾവ്. സ്പ്രിംഗ്ലർ നോർമലി ഡസൻറ്റ് ഇൻവോൾവ് highly sensitive data requiring the associated high security. Instead, അതിന് പകരം സ്പ്രിംഗ്ലർ typically deals with social media posts for Facebook, Twitter and Instagram. ഞങ്ങൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് typically we are dealing with the social media platform like Facebook, Twitter and Instagram. മുഖ്യമന്ത്രി എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? ഇതൊരു PR കമ്പനിയല്ല. എന്നിട്ട് അതിൻ്റെ അടുത്ത വാചകം, അതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വാചകം, ഫോർ ദീസ് റീസൺസ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഡേറ്റകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഫോർ ദീസ് റീസൺസ് സ്പ്രിംഗ്ലർ ഈസ് നോട്ട് PCI/DSS or HIPAA certified, but Sprinkler does not hold a SOC2 Type 2 security certification. അതുകൊണ്ട് ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരണം നടത്തുന്ന കമ്പനികൾക്ക് അമേരിക്കയിൽ നിലവിലുള്ള നിയമമനുസരിച്ച് നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന HIPAA നിയമം ഞങ്ങൾക്ക് ബാധകമല്ല. HIPAA നിയമം എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള രേഖകൾ സംരക്ഷിക്കുന്നത് പബ്ലിക് ഡൊമൈനിൽ പോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അമേരിക്കൻ കോൺഗ്രസിൻ്റെ അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ നിയമമാണ്. ആ നിയമത്തിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ വായിക്കാം. HIPAA, acronym that stands for the Health Insurance Portability and Accountability Act, a US law designated to provide privacy standards to protect patients' medical records and other health information provided to health plans, doctors, hospitals and other healthcare providers. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുന്നവർ HIPAA നിയമത്തിന് വിധേയമായിട്ടുള്ളവരായിരിക്കണം. ഈ കമ്പനി തന്നെ അവരുടെ ആമുഖത്തിൽ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിനോട് അനുബന്ധമായിട്ടുള്ള രേഖയിൽ വളരെ വ്യക്തമായി പറയുന്നു, അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ വളരെ കാരണം ഹെൽത്ത് കെയർ ഡേറ്റ അത്രത്തോളം പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് ആ നിലയിൽ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ തന്നെ അവരുടെ നിയമത്തിൽ പറഞ്ഞു. HIPAA UK-യിലാണെങ്കിൽ ഇതിന് വ്യത്യസ്തമായി മറ്റൊരു നിയമം, UK-യിലാണെങ്കിൽ അതിനുള്ള നിയമം GDPR നിയമമാണ്. ഹെൽത്ത് ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള UK-യിലെ നിയമം GDPR ആണ്. അമേരിക്കയിലെ നിയമം HIPAA. ഈ നിയമം അവർക്ക് ബാധകമല്ല. സോറി, ലെങ്തിയായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഹെൽത്ത് പ്രൊഫൈൽ ഡേറ്റ സുരക്ഷിതമായി ഗവൺമെൻറ് സൂക്ഷിക്കുന്നത്? അവിടെ ഞാൻ ആവർത്തിക്കുന്നു, സൗജന്യം എന്ന് പറയുന്നതിനകത്ത് തന്നെ ആശയക്കുഴപ്പമുണ്ട്. കബളിപ്പിക്കാനാണ്. പൗരൻ്റെ മൗലികാവകാശങ്ങളും സ്വകാര്യതാവകാശവും ലംഘിക്കുന്നതാണ് ഈ നടപടി. ഭരണപരവും നിയമാനുസൃതവുമായിട്ടുള്ള സകല ചട്ടങ്ങളെയും വ്യവസ്ഥകളെയും അതിലംഘിച്ചുകൊണ്ട് ഒരു ഫയൽ പോലുമില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് ഈ കരാർ കമ്പനിയുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കമ്പനി ശേഖരിക്കുന്ന വിവരശേഖരത്തിന് ഒരു സുരക്ഷിതത്വവുമില്ല എന്ന് മാത്രമല്ല, അവർക്കത് ഇഷ്ടം പോലെ വിനിയോഗിക്കാനുള്ള അവകാശം തരുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആമസോണിൻ്റെ സെർവർ ക്ലൗഡ് ലഭിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റും. അതുവരെ ഇതാരുടെ കയ്യിൽ? ഈ ഡേറ്റ മുഴുവൻ ഈ പറയുന്ന സ്വകാര്യ കമ്പനിയുടെ കയ്യിലില്ലേ? ഡേറ്റയുടെ മൂല്യത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നതാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ ലൈവ് സംപ്രേക്ഷണത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാണ്. തിരുവനന്തപുരത്തൊരു ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം പട്ടണത്തിൽ വിവാഹ മംഗള കർമ്മങ്ങളും സമാന സ്വഭാവത്തിലുള്ള ചടങ്ങുകളും നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ, ഒരു ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഒരു വർഷക്കാലത്തേക്ക് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹത്തിൻ്റെ ഡേറ്റ മറ്റാർക്കും കൊടുക്കാതെ തങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരു കൺസൾട്ടൻസിക്ക് ഒരു വർഷത്തേക്ക് കൊടുത്തിരിക്കുന്ന എഗ്രിമെൻറ്റ് 45 ലക്ഷം രൂപയ്ക്കാണ്. ഒരു കല്യാണ മണ്ഡപത്തിൽ, ഒരു ഓഡിറ്റോറിയത്തിൽ ബുക്ക് ചെയ്യപ്പെടുന്ന ഡേറ്റ ഞാനും അല്ലെങ്കിൽ വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാർ മാത്രം അറിഞ്ഞ് 6 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ്
നടക്കുന്ന അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന മറ്റാരും അറിയുന്നില്ല. പബ്ലിക് ഡൊമൈനിലേക്ക് ആ വിവരം പോകുന്നില്ല, ഇൻഫർമേഷൻ പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം, കല്യാണം നിശ്ചയിച്ചാൽ ആദ്യം കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുകയാണ്. ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിൽ ജ്വല്ലറി വരും, കാർ കമ്പനിയുടെ പ്രതിനിധികൾ വരും, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ വരും, പലതരത്തിലുള്ള കമ്പനികൾ നമ്മൾ സമീപിക്കുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കെല്ലാം അനുഭവമുള്ളതാണ്. അതൊരു വർഷത്തേക്ക് ആ ഡേറ്റ കൊടുക്കുന്നതിന് 45 ലക്ഷം രൂപയുടെ കൺസൾട്ടൻസിയാണ്, കരാറാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ 3,48,00,000 ജനങ്ങളുള്ള കേരളത്തിലെ ഈ ജനങ്ങളുടെ ആകെ വിവരശേഖരം, ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വിവരശേഖരം ഒരു വ്യവസ്ഥകൾക്കും വിധേയമാകാതെ ഏകപക്ഷീയമായി കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്ന സൗജന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസക്കാലത്തേക്ക് സൗജന്യ സർവീസാണ് ഈ കമ്പനി നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത്, ഇൻഷുറൻസ് രംഗത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ രോഗബാധിതനായിട്ടുള്ള തൻ്റെ അച്ഛൻ ഒരു ഇൻഷുറൻസ് പ്രീമിയം എടുക്കാൻ, ഒരു വർഷത്തേക്ക് 8,000 രൂപയുടെ ഹെൽത്ത് പ്രീമിയം എടുക്കാൻ ചെന്നാൽ കമ്പനി പറയും, നിങ്ങൾക്ക് ഈ ഹെൽത്ത് പ്രീമിയം 8,000 രൂപയ്ക്ക് പ്രീമിയം അനുവദിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ അച്ഛൻ്റെ BP അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ബ്ലഡ് പ്രഷർ ഏതാണ്ട് ബോർഡർ ലൈൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളുടെ അച്ഛന് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. 1 ലക്ഷം രൂപയുടെ പ്രീമിയം ഉണ്ടെങ്കിലേ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പിതാവിന് ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള സ്കീം എടുക്കാൻ കഴിയൂ. ഈ ഡേറ്റ ഇൻഷുറൻസ് കമ്പനികളുടെ കൈവശം വന്നാൽ ലോക വിപണിയിൽ ഇന്ന് വജ്രത്തേക്കാൾ, സ്വർണത്തേക്കാൾ ഏറ്റവും വിപണന മൂല്യമുള്ള ഒരു വസ്തുവാണ് ഡേറ്റ അല്ലെങ്കിൽ വിവരശേഖരം. ആ വിവരശേഖരം, അതിലേറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റയാണ് ഹെൽത്ത് കെയർ ഡേറ്റ, ആരോഗ്യ പരിരക്ഷാ വിവരം. ആ ഹെൽത്ത് കെയർ ഡേറ്റയാണ് ഒരു വ്യവസ്ഥയും കൂടാതെ ഏകപക്ഷീയമായി നിയമവകുപ്പ് അറിയുന്നില്ല, ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അറിയുന്നില്ല, ധനകാര്യ വകുപ്പ് അറിയുന്നില്ല, അതുപോലെ തന്നെ ഇത് നിർവഹിക്കേണ്ടുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയുന്നില്ല, സംസ്ഥാന മന്ത്രിസഭാ യോഗം പോലും അറിയാതെ ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും ഒരു IT സെക്രട്ടറിയും അവർ 2 പേരും കൂടി ചേർന്ന് തീരുമാനിച്ച ഒരു സ്വകാര്യ കുത്തക കമ്പനിക്ക് കൈമാറുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ വയോധികരായിട്ടുള്ള മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ നടത്തിയ കോവിഡ് മാനേജ്മെൻറ്റ് പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യ സേവനം നൽകാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല ജീവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയെയും ഈ കമ്പനിയുടെ വക്താവായി, ഈ പറയുന്ന കമ്പനിയുടെ വക്താവായി കമ്പനിയെ വഴിവിട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മനസ്സിലാക്കണം. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ 7 പേജുള്ള വിശദമായിട്ടുള്ള ഒരു നോട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോട്ട്. പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെടുത്ത് വായിക്കണം. അദ്ദേഹം ഈ കമ്പനിയുടെ വക്താവായി, അഡ്വക്കേറ്റായി മാറി തീർന്നിരിക്കുന്നു. അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി തന്നു ഡോക്ടർ തോമസ് ഐസക്. എന്താ വിവരം? ഞാൻ സമയച്ചുരുക്കമുള്ളത് കൊണ്ട് വായിക്കുന്നില്ല. 4 വർഷമായി ഈ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, കേരളത്തിൻ്റെ ധനമന്ത്രി പറഞ്ഞതാണ്. അമേരിക്കയിലുള്ള ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ പ്രാവർത്തികമാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും പറയാമല്ലോ, അടിയന്തര സാഹചര്യത്തിൽ എല്ലാ റൂൾസ് ഓഫ് ബിസിനസ്സും ഉപേക്ഷിച്ച് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വന്ന കമൻസ് ഇതായിരുന്നു, അടിയന്തരം യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, ചെയ്യുന്നതിലൊന്നും തെറ്റുന്നില്ല, ചില ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരും, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഇവിടെ 4 വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തേ നിയമാനുസൃതമായ ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി ഒരു കരാറുണ്ടാക്കി എൻ്റെ ഇൻഫോംഡ് കൺസെൻറ്റ്, ഞാൻ ആവർത്തിച്ചു, ഞാനൊരു പൗരനാണ്, 17 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞതാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നു, എൻ്റെ ഹെൽത്ത് പ്രൊഫൈൽ ഡേറ്റ നിങ്ങൾ ഈ കമ്പനിക്ക് കൈമാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നെ പോലെയുള്ള പൗരന്മാരുടെ ചോദ്യമാണ്. ഒരു ഡേറ്റയുടെ മൂല്യം UK അതുപോലെ തന്നെ അമേരിക്കയിൽ
ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വളരെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ള കമ്പനികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ പറയുന്ന ഒരു ഡേറ്റയുടെ മൂല്യം യൂറോപ്പിലും അമേരിക്കയിലും കോടിക്കണക്കിന് രൂപയുടെ മൂല്യമാണ് സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആ മൂല്യമാണ് ഏകപക്ഷീയമായി കൈമാറുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് അഴിമതിയിലേക്കാണ്. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായില്ല എന്നുള്ളതല്ല പ്രശ്നം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവർക്ക് സാമ്പത്തിക മെച്ചമുണ്ടാകുന്നെങ്കിൽ അത് അഴിമതിയാണ് എന്ന് പ്രചരിപ്പിച്ചത് CPM ആണ്. അതിനേക്കാൾ ഉപരിയായി ഭരണഘടനാപരമായിട്ടുള്ള ലംഘനമാണ്. മൗലികാവകാശത്തിൻ്റെയും സ്വകാര്യതാവകാശത്തിൻ്റെയും നഗ്നമായ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സഖാവ് സീതാറാം യെച്ചൂരിയും ഈ കരാറിനെ സംബന്ധിച്ച് എന്തഭിപ്രായം പറയുന്നു? ആധാർ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ വന്നപ്പോൾ, അതുപോലെ ചില വിവരങ്ങൾ, ചില പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായപ്പോൾ, അതായത് കേംബ്രിഡ്ജ് അനലിറ്റിക്കയുടെ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില കമ്പനികൾക്കും അതുപോലെ ചില സ്ഥാപനങ്ങൾക്കുമൊക്കെ ബന്ധമുണ്ട് എന്ന് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 2018 മാർച്ച് മാസം 24 പുറത്തിറക്കിയ കമ്മ്യൂണിക്കെയാണ് സ്റ്റോപ്പ് ഡേറ്റ ബ്രീച്ച് ആൻഡ് വയലേഷൻ ഓഫ് പ്രൈവസി. ഞങ്ങളുടേതല്ല, CPM-ൻ്റെതാണ്. എന്താണ് CPM-ൻ്റെ ഡേറ്റ പ്രൈവസി പോളിസി അല്ലെങ്കിൽ സ്വകാര്യതാവകാശത്തെ സംബന്ധിച്ച് CP-യുടെ നിലപാടെന്താ? CP-യുടെ വകുപ്പല്ലേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, റവന്യൂ വകുപ്പ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതിനകത്തുള്ള റോൾ എന്താ? ഇതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണല്ലോ. ക്വാറന്റൈനിൽ കഴിയുന്ന, നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വിവരം ശേഖരിച്ച് അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി, അവരെ ഐസൊലേഷൻ ക്വാറന്റൈൻ ക്യാമ്പുകൾ ഉണ്ടാക്കി, മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ടാക്കി, 65 വയസ്സിൽ കഴിയുന്നവരെ പ്രത്യേകമായിട്ട് മാറ്റി താമസിപ്പിച്ച് ഡിസാസ്റ്റർ, ഒരു ദുരന്തത്തെ മാനേജ് ചെയ്യുന്ന പ്രവൃത്തിയിൽ റവന്യൂ വകുപ്പിന് CPIക്ക് എന്താ റോൾ? റവന്യൂ വകുപ്പ് അറിഞ്ഞിട്ടുണ്ടോ? എല്ലാ ദിവസവും മുഖ്യമന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിൽ വന്ന് പഞ്ചപുച്ഛ പിണക്കിയിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ വളരെ സാധുവായ നല്ല മനുഷ്യനാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയും ഇതുമായി ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ടോ? അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ലംഘനങ്ങളുടെ പരമ്പര, ഏകപക്ഷീയമായി എന്തും കേരളത്തിൽ ചെയ്യാം എന്ന ഒരവസ്ഥയിലേക്ക് കേരളം വന്നിരിക്കുന്നു. ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അടിയന്തരമായി ഈ കരാർ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ ഫോം പിൻവലിക്കണം. പിൻവലിച്ചാൽ പോലും മാർച്ച് മാസം 25 മുതൽ ഈ ദിവസം വരെ സമാഹരിച്ച ഡേറ്റ മാത്രവുമല്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ പ്രൊഫൈൽ ആദ്യം വെബ്സൈറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്കെല്ലാം കിട്ടിയ മെയിൻ പ്രൊഫൈല് നിങ്ങളെല്ലാവരും ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ കുത്തക കമ്പനിയുടെ പവേർഡ് ബൈ സ്പ്രിംഗ്ലർ സിറ്റിസൺസ് എക്സ്പീരിയൻസ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം. എന്തേ ഇതിപ്പം മാറ്റി? സൈറ്റിൽ നിന്ന് ശിവശങ്കരൻ്റെ കമൻസ് എന്തുകൊണ്ട് മാറ്റി? ശിവശങ്കരൻ IAS-ൻ്റെ കമൻസ് എന്തുകൊണ്ട് മാറ്റി? എന്തുകൊണ്ട് government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരം ഇത് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നീട് LSDD ഉത്തരവ് മാറ്റി ഇറക്കി? പ്രതിപക്ഷ നേതാവ് 10-ാം തീയതി ഈ പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷമല്ലേ ഞങ്ങൾ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ നടപടികൾ ചെയ്തത്. ഇപ്പോഴും വിവരങ്ങൾ നേരിട്ട് പോകുന്നത് ഈ പറയുന്ന സ്വകാര്യ കമ്പനിയാണ്. ഡേറ്റ കളക്ഷൻ, കമ്പൈലിംഗ്, അവരുടെ അനാലിസിസ്, സകല അധികാരങ്ങളും അവകാശങ്ങളും കമ്പനിയിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി കരാർ പിൻവലിക്കണം. ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് IT വിദഗ്ധന്മാരുൾപ്പെടെ ഉള്ളവരടങ്ങുന്ന ഒരു സമഗ്ര തലസ്പർശിയായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പിൻവലിച്ച
അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 10-ാം തീയതി മുതൽ നമ്മൾ ഈ വിഷയം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി യുക്തിസഹമായി ഒരു വിശദീകരണം തന്നാൽ പ്രശ്നം തീർന്നു. ഞങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരശേഖരം സുരക്ഷിതമാണ് എന്ന് കൺവിൻസ് ചെയ്താൽ ഞങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ മുഴുവൻ പിൻവലിക്കാം. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല, മാറി മാറിപ്പോയി. അവസാനം പറഞ്ഞു IT സെക്രട്ടറി പറയുമെന്ന് പറഞ്ഞു. IT സെക്രട്ടറി ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വിശദീകരണക്കുറിപ്പ് 100% വസ്തുതാവിരുദ്ധമാണ്. ഡേറ്റ പൂർണ്ണമായും സുരക്ഷിതമാണ്. അപ്പോൾ IT സെക്രട്ടറിയുടെ വിശദീകരണക്കുറിപ്പ് തൃപ്തികരമല്ല. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി ആകെ പ്രതികരിച്ചത് കേരളത്തിലെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മാത്രമാണ്. ആ തോമസ് ഐസക് പറഞ്ഞത് ശരിയാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നിട്ട് എന്താ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഡേറ്റ കമ്പയർ ചെയ്യാനുള്ള ശേഷിയില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് CITUവിൻ്റെ നിയന്ത്രണത്തിലുള്ള KSEB ഓഫീസേഴ്സ് അസോസിയേഷനാണ് സത്യത്തിൽ അവിടെ ഡേറ്റ കളക്ഷന് വേണ്ടി അവരുടെ സാലറി, അവരുടെ മുഴുവൻ ഈ ഡീറ്റെയിൽസും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഡേറ്റ കമ്പയറേഷൻ കേരളം രാജ്യത്തിന് മാതൃകയായ നിലയിൽ പൊതുമേഖലാ സ്ഥാപനം കാണിച്ചു കൊടുത്തു. എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട് അവിടെ. മുഴുവൻ കൺസ്യൂമേഴ്സിൻ്റെയും ജീവനക്കാരുടെയും മുഴുവൻ ഡേറ്റയും സ്വതന്ത്ര സോഫ്റ്റ്വെയർ മുഖാന്തരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് CITUവിൻ്റെയും CPMൻ്റെയും ഒക്കെ ഒരു നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ രക്ഷകർത്തൃത്വത്തിലുള്ള സംഘടന ചെയ്തതാണ്. എന്തേ ഇവിടെ ഇത് ബാധകമാകാൻ കഴിയുന്നില്ല? ഇതിനുള്ള കഴിവില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു എന്നതിന് എന്താ തെളിവ്? ഇതൊരു പബ്ലിക് റിലേഷൻസ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് എന്നുള്ളത് കൃത്യമായി അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് ഞങ്ങൾക്ക് HIPAA നിയമം ബാധകമല്ല. ഞങ്ങൾക്ക് HIPAA നിയമം ബാധകമല്ല എന്ന് പറയാൻ കാരണം തന്നെ ഞങ്ങൾ ആരോഗ്യരംഗത്തെ സെൻസിറ്റീവായിട്ടുള്ള സെക്യൂർഡായിട്ടുള്ള ഡേറ്റ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് HIPAA നിയമം ഞങ്ങൾക്ക് ബാധകമല്ല, അമേരിക്കൻ നിയമം ബാധകമല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. ഇനി മാത്രവുമല്ല, ഇതിൽ കേസ് കൊടുക്കണമെങ്കിൽ മാൻഹാട്ടനിൽ പോകണം, ന്യൂയോർക്കിൽ മാൻഹാട്ടനിൽ പോകണം. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞല്ലോ ഡിസ്ക്രീഷൻ ഓഫ് ദ ഗവൺമെൻറ് ആണ് ഫീസ്. അതാണ് ഓർഡർ ഫോം. എന്താ ഈ ഡിസ്ക്രീഷൻ? വിവേചനമെന്ന് പറഞ്ഞാൽ അത് റീസണബിൾ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. ഏത് ഡിസ്ക്രീഷനും അതാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്. നിങ്ങൾക്ക് വിവേചനാധികാരമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നീതിയുക്തമായിട്ടുള്ള ഫീസേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഫീസ് ഉണ്ട്, ഫ്രീ അല്ല. ഗവൺമെൻറ്റിന് ഫീസ് നിശ്ചയിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നിശ്ചയിക്കപ്പെടുന്ന ഫീസ് ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, റീസണബിൾ ആണ്. അല്ലെങ്കിൽ അയാൾക്ക് ന്യൂയോർക്കിൽ കോടതി കേസിന് പോകാം. നമ്മുടെ കൗൺസിലിനെയും കൊണ്ട് വക്കീലിനെയും കൊണ്ട് നമ്മൾ അവിടെ അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലിനെ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും തന്ത്രപ്രധാനമായ ഒരു കരാറ് COVID-19 മാനേജ്മെൻറ്റിൻ്റെ ഇതാണോ, ദുരന്തമാണ്, ആരും രാഷ്ട്രീയം പറയരുത്, ആരും ഒരു അക്ഷരം പോലും പറയരുത് എന്ന് ഞങ്ങളൊക്കെ സഹകരിച്ചല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, കഴിഞ്ഞ 3 ലൈവിലും ഞാൻ പറഞ്ഞു, COVID-19 എന്ന മാരക പ്രഹരശേഷിയുള്ള വൈറസ് രോഗബാധയെ അതിജീവിക്കുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ അതിനെയൊക്കെ നല്ല നടപടികളെ ശ്ലാഘിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് ശ്ലാഘിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് വിശദീകരണം, അല്ലെങ്കിൽ കൃത്യമായി ഒരു IT എക്സ്പെർട്ടിനെ കൊണ്ടോ നിങ്ങൾ വിശദീകരണം കൊടുക്കുക. ഗവൺമെൻറ് മുഖ്യമന്ത്രിക്ക് പറയാൻ പരിമിതികളുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വിശദീകരണം നൽകി. ഇപ്പോഴും വ്യക്തമല്ല ഈ രേഖകളെ സംബന്ധിച്ച് പോലും. ഏപ്രിൽ 2-നുണ്ടാക്കിയ രേഖ 2-നാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിന് എന്താ തെളിവ്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. IT സെക്രട്ടറി ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ ഓഫ് കേരള അല്ല. അദ്ദേഹം പേഴ്സണലായി ശിവശങ്കർ IAS സെക്രട്ടറി IT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒപ്പുവെച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് ചില ഒപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യതയല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. പല ഒപ്പുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഈ 10-ാം തീയതിക്ക് ശേഷം ഒരുപാട് നടപടിക്രമങ്ങൾ ഓഫീസിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരാൻ കഴിയൂ. അത് അന്വേഷണത്തിൽ വെളിപ്പെടേണ്ട വിവരമാണ്. കാരണം ഇവർ വളരെ ഇഫക്റ്റീവായി PR മാനേജ്മെൻറ്റ് നടത്താൻ കഴിവുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി എന്ന് ഇവരുടെ പ്രൊഫൈൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കേട്ടത് ശരിയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇലക്ഷനിൽ സബ്ലീസ് എടുത്ത 21 കമ്പനികളിൽ ഈ കമ്പനി ഉണ്ട് എന്നാണ് ചില മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.
മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം 50 ദശലക്ഷം ഡോളറാണ് ഈ കമ്പനിക്കെതിരായി ന്യൂയോർക്കിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. തങ്ങളോടൊപ്പമുള്ള പാർട്ട്ണറുടെ ഡേറ്റ അനധികൃതമായി തട്ടിയെടുത്തു, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കളവ്, അനധികൃതമായി തട്ടിയെടുത്തു എന്ന് പറഞ്ഞൊരു സൂട്ട് 50 ദശലക്ഷം $50 മില്യൺ ആണ് ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു കേസ് കോടതിയിൽ. അതിനെപ്പോലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും IT സെക്രട്ടറിയും ഒക്കെ ന്യായീകരിക്കുകയല്ലേ. മൈക്രോസോഫ്റ്റും മക്ഡൊണാൾഡും അതുപോലെ തന്നെ നോക്കിയയും ഈ പറയുന്ന കമ്പനികളൊക്കെ അവരുടെ കസ്റ്റമേഴ്സ്. WHO കസ്റ്റമർ, WHO അവരുടെ കസ്റ്റമറല്ല. WHO ലിങ്കിൽ പോയാൽ നോക്കാം, അത് ലിങ്ക് സർവീസാണ്. ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ WHO വിവരശേഖരം നൽകുന്നുണ്ട്. പക്ഷേ അതിൽ WHO സൈറ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇവർ നൽകുന്ന ഡേറ്റയ്ക്ക് ഒരു ഓതൻറ്റിസിറ്റിയുമില്ല, അത് അവരുടെ വിവരങ്ങളാണ്, അഭിപ്രായങ്ങളാണ്, ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, ഞങ്ങളത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ WHO കസ്റ്റമറാണ് ഇവർ, അവിടെ സർവീസ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യായീകരണം. മാക്ഡൊണാൾഡ്, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ ജോലി എന്താ? മൈക്രോസോഫ്റ്റ് അല്ലേ സത്യത്തിൽ ഈ രംഗത്തെ ആഗോള ഭീമ. അപ്പോൾ അത്രയും ബന്ധമുള്ള ഒരു കമ്പനി. അവർ തന്നെ പറയുന്നു, ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഡീൽ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിയെന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള PR മാനേജ്മെൻറ്റിൻ്റെ പിന്നിൽ ഇവരാണോ അതോ മറ്റേതെങ്കിലും ഇവർ നിയോഗിക്കുന്ന ഇവരുടെ സബ്സിഡറി കമ്പനിയാണോ? ഇതൊക്കെ അന്വേഷണത്തിലാണ് സത്യത്തിൽ പുറത്തു. അത് ശുദ്ധ നുണയല്ലേ സത്യത്തിൽ പറഞ്ഞത്? വന്ധ്യവയോധികരായിട്ടുള്ള മാതാപിതാക്കളെ കോവിഡ് കാലയളവിൽ ശുശ്രൂഷ ഇവർ വളരെ നേരത്തെ ഇവിടെ ഉണ്ടെന്നല്ലേ, പ്രളയ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടല്ലോ. ഗവൺമെൻറ് തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പ്രളയ കാലഘട്ടത്തിലും ഈ കമ്പനിയുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി ചോദിച്ച ചോദ്യം അതാണ്, പ്രളയകാലത്ത് ഇവരുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ? നമ്മളാരും കേട്ടിട്ടില്ല ഇങ്ങനൊരു കമ്പനിയെ. സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു കമ്പനി പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷാ രംഗത്തും അല്ലെങ്കിൽ ജനങ്ങളുടെ സഹായത്തിനെത്തി എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം നമുക്കില്ല. ഇനി പോട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം പറഞ്ഞ അവസാനം, മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ 100% അംഗീകരിച്ചു കൊടുക്കുക. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങ് ഇന്നലെയും 1 ലക്ഷം രൂപ വരെ കുഞ്ഞുങ്ങൾ കൊടുത്ത 10,000 രൂപ വരെ ലഭ്യമായിട്ടുള്ള മുഴുവൻ ധനസഹായത്തിൻ്റെയും സൗജന്യത്തിൻ്റെയും വിവരങ്ങൾ അതത് ദിവസങ്ങളിൽ അങ്ങ് പത്രസമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ചു. മാർച്ച് മാസം 25 മുതൽ സെപ്റ്റംബർ മാസം 24 വരെയുള്ള 6 മാസക്കാലം കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കോവിഡ് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഒരു കമ്പനി നൽകുന്ന സൗജന്യ സേവനത്തെ സംബന്ധിച്ച് ഇത്രയും ദിവസത്തെ പത്രസമ്മേളനത്തിൽ അങ്ങെന്തേ ഒരു വാക്ക് ഉച്ചരിച്ചില്ല? ഈ കമ്പനിയുടെ പേര് എന്തുകൊണ്ട് സുതാര്യതയോടുകൂടി പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല? ഇങ്ങനൊരു കമ്പനി വയോധികരായിട്ടുള്ള മാതാപിതാക്കളുടെ സുരക്ഷിതത്വത്തെ കണ്ട് അവർ അതിൽ ആകൃഷ്ടരായി കേരളത്തിന് സൗജന്യ സേവനം നൽകാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു. ആ സ്പ്രിംഗ്ലർ കമ്പനിക്ക് അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു എന്നൊരു വാചകമങ്ങ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ Sprinkler.com കമ്പനിയുമായി ബന്ധപ്പെട്ട നടപടികൾ മുഴുവൻ ദുരൂഹതയാണ്. സുതാര്യതയുടെ കണിക പോലുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആംബുലൻസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും CH സെൻറ്ററും ഒക്കെ ആംബുലൻസ് വിട്ടുകൊടുത്തത് പറഞ്ഞു, 1 ലക്ഷം രൂപയുടെ ധനസഹായം കൊടുത്തത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ധനസഹായത്തെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല? പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷമല്ലേ ഈ കാര്യത്തെ സംബന്ധിച്ച് പരാമർശിച്ചത്? മുഖ്യമന്ത്രി നേരിട്ടുള്ള ഇടപാടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ കൊണ്ടുപോയതാണ്? എന്താണ് സംശയം? അതോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബന്ധമുള്ള കമ്പനികൾക്ക് ഇതുമായി ബന്ധമുണ്ടോ? ഇതെല്ലാം സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഈ കാര്യത്തിൽ യുക്തിസഹമായ വിശദീകരണം മുഖ്യമന്ത്രി നൽകാൻ ഇനിയും അമാന്തിച്ചാൽ ഈ കരാർ
ഇത്രയും ഫ്ലോസ് ഉള്ള ഷാബി ആയിട്ടുള്ളൊരു കരാർ, ഞാൻ കരാർ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ആൻ എഗ്രിമെൻറ്റ്, നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു എഗ്രിമെൻറ്റിൻ്റെ സ്പെസിഫൈഡ് കണ്ടീഷൻസ് ഒന്നും തന്നെ ഫുൾഫിൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും പറയുന്നു ഈ കരാർ റദ്ദാക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ വ്യക്തിഗതമായ താല്പര്യമുണ്ട് എന്ന് നാട് സംശയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിയന്തരമായി ഇത് പിൻവലിക്കണം. പിൻവലിച്ചാൽ മാത്രം പോരാ, ഇത്തരത്തിലൊരു ഇടപാടിലേക്ക് എത്തിച്ചേരാനിടയായിട്ടുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഒരു സമഗ്രതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണം. അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ട എന്തൊരു കബളിപ്പിക്കൽ തന്ത്രമാണ്. കാരണം ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഡയറക്റ്റായി ഈ sprinkle.com വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട വിവരങ്ങൾ നിങ്ങൾ ഹോം സൈറ്റ് അതോ homevisit.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരം അയച്ചാൽ മതി. എന്തൊരു തട്ടിപ്പാണ്, എന്തൊരു കബളിപ്പിക്കലാണ് ജനങ്ങളെ. അത് ചൊല്ലുന്നത് എവിടെയാണ്? നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി 4 കാര്യങ്ങളാണ് പറഞ്ഞത് കാരണങ്ങൾ. ഒന്ന്, സർവർ ഇന്ത്യയിലാണ്. സർവർ എവിടെയോ ആയിക്കൊള്ളട്ടെ, സർവർ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ക്ലിഫ് ഹൗസിലായിക്കൊള്ളട്ടെ, സർവർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ആർക്കാണ് ആക്സസ്? ഓതറൈസ്ഡ് ആക്സസ് ടു ദ ഡേറ്റ അത് ഈ കമ്പനിക്കുണ്ട്. അതാണ് പ്രശ്നം. അവിടെയാണ് ഞങ്ങളുടെ 2 കാര്യങ്ങളിലാണ് മൗലികമായ തർക്കം. ഒന്ന്, ഒരു സ്വകാര്യ അമേരിക്കൻ കമ്പനിക്ക് രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരത്തിന്മേലുള്ള ഡയറക്റ്റ് ആക്സസ്, അതിൻ്റെ കളക്ഷൻ പോയിന്റ് മുതൽ അതിൻ്റെ ടെർമിനേഷൻ പോയിന്റ് വരെയുള്ള അബ്സല്യൂട്ട് ആക്സസ് അവർക്ക് കൊടുക്കുന്നു. ഒന്ന്, അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു സുരക്ഷാ കവചവും ഉണ്ടാക്കിയിട്ടില്ല. 2, എല്ലാ മാനദണ്ഡങ്ങളും ഭരണപരവും നിയമപരവും ആയിട്ടുള്ള എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള കരാർ. അങ്ങനെ 2 തലത്തിലും ഫെയ്റ്റലാണിത്. സത്യം പറഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തൊക്കെ ആണെങ്കിൽ ഒരു ഗവൺമെൻറ് നിലം പതിക്കുന്ന നിലയിലുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. സിംഗപ്പൂരിൽ ഒരു ഗവൺമെൻറ് ഒരിക്കൽ അട്ടിമറിക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. മാത്രമല്ല ഇവരുടെ സോഷ്യൽ പ്രൊഫൈലിംഗ്, ഞാൻ സംശയിക്കുന്നു, സോഷ്യൽ പ്രൊഫൈലിംഗ് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരിത് സോഷ്യൽ പ്രൊഫൈലിങ്ങിന് ഉപയോഗിക്കില്ല എന്ന് എങ്ങനെ അറിയാം? കെനിയ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് സോഷ്യൽ പ്രൊഫൈലിങ്ങിലൂടെയല്ലേ? എന്ന് പറഞ്ഞാൽ വർഗവൽക്കരിച്ച് പലതരത്തിലുള്ള സംഘർഷങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി, ഡേറ്റാസ് ഉപയോഗിച്ചുണ്ടാക്കി ആ നിലയിൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓയിൽ ഈസ് പ്രഷ്യസ് ദാൻ ഡേറ്റ ഈസ് അതൊരു അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ ഈ ലോകത്ത്. ഡേറ്റ ഈസ് മോർ പ്രഷ്യസ് ദാൻ ഓയിൽ. എണ്ണയേക്കാൾ പ്രഷ്യസ് ആണ്, മൂല്യമുള്ളതാണ് വിവരം. ആ വിവരമാണ് ഇവിടെ ഒരാൾ വന്നൊരു ഓഫർ നൽകുന്നു, അപ്പോൾ തന്നെ IT സെക്രട്ടറി ഒപ്പുവെക്കുന്നു, മുൻകാല പ്രാബല്യത്തോടുകൂടി കളക്ട് ചെയ്ത ഡേറ്റ സാധൂകരിക്കപ്പെടുന്നു. താങ്കൾ ക്വാറന്റൈനിൽ ഇരുന്ന ആളാണെന്ന് താങ്കളുടെ വിവരം ഇത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സാധാരണ പൗരനപ്പുറം താങ്കൾ MP എന്ന നിലയിൽ താങ്കൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമോ? ഞാൻ ഇതിനകം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ചെയർമാനായിട്ടുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്. ഹെൽത്ത് സ്ക്രീനിങ് കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ചെയർമാൻ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററാണ്. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെയും ഹെൽത്ത് മിനിസ്ട്രി കമ്മിറ്റിയുടെ കേന്ദ്ര സ്ക്രീനിങ് കമ്മിറ്റിയുടെയും അറിവോടുകൂടിയാണോ ഇത്തരത്തിലൊരു ഇടപാടിൽ സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്വേഷിച്ചറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഗവൺമെൻറ് നിഷ്പ്രയാസം ഇവേഡ് ചെയ്യാം. വളരെ ബുദ്ധിപരമായിട്ടാണ് ഇത്. ഒരു നിർദോഷമായി ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് അല്ല. കാരണം അവർ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടില്ല. ഒരു പർച്ചേസ് ഓർഡറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റിൽ കേരള ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടില്ല. ഒരു സാധനം വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു, ഗവൺമെൻറ് അത് വാങ്ങിക്കുന്നു. ഇപ്പോൾ കിറ്റിംഗ് ടെസ്റ്റ് വാങ്ങിയതുപോലെ ഈ കമ്പനിയുടെ ഇത് ഞങ്ങൾ വാങ്ങിക്കുന്നു. എന്ത് എഗ്രിമെൻ്റ്? ഒന്നുമില്ല.
അടിയന്തര ഘട്ടത്തിൽ പർച്ചേസ് മാനുവൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വളരെ ലളിതമായി വേണമെങ്കിൽ മറുപടി പറയാം. പക്ഷേ നോൺ ഡിസ്ക്ലോസർ അഗ്രിമെൻ്റ് ഉണ്ട്. വിവരശേഖരം പുറത്തുവിടില്ല എന്ന് കാണിച്ചുകൊണ്ട് പറയപ്പെടുന്ന മാർച്ച് 24 എന്ന് പറയപ്പെടുന്ന ഒരു അഗ്രിമെൻ്റ് ഇപ്പോഴും നിലവിലുണ്ട്. എന്തായാലും ഈ കാര്യത്തിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കാരണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, വളരെ സെക്യൂർഡായി സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടല്ലേ പാർലമെൻറ്റിൽ ആധാർ ബില്ല് വന്നപ്പോഴൊക്കെ ഞങ്ങളെല്ലാം എതിർത്തത് ഇത് ബഹുരാഷ്ട്ര കുത്തക കമ്പനിക്ക്, കമ്പോള ശക്തികൾക്ക് രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ എറിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും പ്രസംഗിച്ചതാ, CPM അടക്കം. അപ്പോൾ ഈ കമ്പനി, ബഹുരാഷ്ട്ര കുത്തക കമ്പനിക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് ബാധകമല്ലേ ആധാറിനെ എതിർത്തവർ? താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ 3 ഫേസ്ബുക്ക് ലൈവിനിടയിലും സംഘടിതമായി വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോവിഡിന്റെ കാലത്ത് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം, താങ്കൾക്കെതിരെ കേസെടുക്കണമെന്നുള്ളത് തങ്ങളുടെ ആ 3 ലൈവിന്റെ അടിയിൽ സംഘടിതമായി വന്ന് അത്തരം കുറിപ്പുകൾ ഇടുന്നുണ്ട്. ഇപ്പോൾ അത് ഭരിക്കുന്ന പാർട്ടി CPM പ്രത്യേകിച്ചും ഒരു വലിയ PR മാനേജ്മെൻറ്റ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി തലത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പാർട്ടി തലത്തിൽ മാത്രമല്ല, ഗവൺമെൻറ്റിനെതിരായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായി എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അവരെ കടന്നാക്രമിക്കുക എന്നൊരു നയം ഇപ്പോൾ കേരളത്തിൽ പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏപ്രിൽ മാസം 10-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിച്ചപ്പോൾ എന്തൊരു കടന്നാക്രമണമായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ. ആ ഗവൺമെൻറ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഡയറക്റ്റായി കമ്പനിക്ക് ഇൻഫർമേഷൻ ഡേറ്റ കൊടുക്കാതെ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉത്തരവ് പരിഷ്കരിച്ചത്. ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ IT സെക്രട്ടറിയുടെ കമൻസ് അവരുടെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തത്. അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ എംബ്ലം അതിൽ നീക്കം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും വലിയ വെപ്പൺ. സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഏത് ശരി പറഞ്ഞാലും ഏത് ന്യായം പറഞ്ഞാലും വ്യക്തിഗതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം. ഞങ്ങൾ ആരെങ്കിലും COVID-19 മാനേജ്മെൻറ്റിനെതിരായിട്ടാണോ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് COVID-19 മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ന പേരിൽ നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന ഈ കരാറിലെ വ്യവസ്ഥകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഒരു പൗരൻ്റെ അവകാശമാണ് അറിയാനുള്ള അവകാശം. ആ അവകാശം പരിരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് പറയുമ്പോൾ കോവിഡ് നടപടികളെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആർക്കെതിരെ വേണമെങ്കിലും കേസെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ വളരെ വലിയ രീതിയിൽ പ്രതികരിച്ച ഒരാളാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. അല്ല, വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു നടപടിയാണ് സത്യത്തിൽ. കഴിഞ്ഞ ദിവസം അതിനു മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി മറുപടി പറഞ്ഞു. ആ പത്രസമ്മേളനം നടത്തി മറുപടി പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു നിയമസഭാംഗത്തിനെതിരായി തൊട്ടടുത്ത ദിവസം വിജിലൻസ് കേസിന് അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ എന്ത് വ്യത്യാസം? നിങ്ങൾ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തുന്നു എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന നിങ്ങൾ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ KM ഷാജി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഷേധാർഹമാണ്. ഒരു സംശയവും വേണ്ട. നിർഭാഗ്യകരമെന്ന വാക്കല്ല, പ്രതിഷേധാർഹമാണ്. വല്ലാത്ത ഏകാധിപത്യ നടപടിയിലേക്ക് കേരളം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എതിർപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും സ്വരങ്ങളെ അടിച്ചമർത്തും. വിയോജിപ്പിൻ്റെ സ്വരങ്ങൾ അനുവദിക്കില്ല. പറയുന്നത് കേൾക്കണം, കേൾക്കുന്നതനുസരിച്ച് ജീവിച്ചോണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ കേരളത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. സംസ്കാര സമ്പന്നമായിട്ടുള്ള കേരളത്തിൽ, പരിഷ്കൃത ജനാധിപത്യ സമൂഹം അധിവസിക്കുന്ന കേരളത്തിൽ ശക്തമായ പ്രതികരണം അതിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, UDFൻ്റെ കൺവീനർ, KPCC പ്രസിഡന്റ് PT തോമസ്, അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തുടങ്ങി ഷിബു ബേബി ജോൺ ഉൾപ്പെടെ എത്രയോ പേർ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ
ഈ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന എത്രയോ പേർ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചു. ആ സംശയങ്ങൾ നിവാരണം നടത്തി ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് പകരം, സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് പകരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ മുഴുവൻ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തു ജനാധിപത്യ വ്യവസ്ഥയാണ് കേരളത്തിലെന്ന് ജനങ്ങൾ ചോദിക്കുന്ന സ്ഥിതി വരും. KM ഷാജിക്കെതിരെ ഇപ്പോൾ പെട്ടെന്ന് തിടുക്കത്തിൽ ഒരു കേസെടുത്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതിലുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ജനാധിപത്യ കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങളിതൊക്കെ പറയുമ്പോഴും ഞങ്ങൾ COVID-19 മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ആദ്യം കോവിഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രാദേശിക വികസന ഫണ്ട് 1.5 കോടി രൂപ അനുവദിച്ചത് ഈ കൊല്ലത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഞാനാണ്. ആദ്യം അനുവദിച്ച 1.5 കോടി രൂപ, പിന്നെ വീണ്ടും 15 ലക്ഷം കൊടുത്തു, വീണ്ടും 1 കോടി കൊടുത്തു, നമ്മുടെ ആശുപത്രികൾക്കാണ്. അതുപോലെ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ചെയ്തു, നിയമസഭാംഗങ്ങൾ ചെയ്യുന്നു, അതിനോടൊപ്പം സഹകരിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, യുക്തിസഹമായ മറുപടി, തൃപ്തികരമായ മറുപടി കിട്ടുന്നില്ലെങ്കിൽ ചോദ്യം ജനാധിപത്യ പ്രക്രിയയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ ഭരണാധികാരിക്ക് ഒട്ടും ഭൂഷണമല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. എനിക്കറിയില്ല വാർത്താ സമ്മേളനം അദ്ദേഹം ഒഴിവാക്കിയതാണോ, ഇനി ഒന്നടവിട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമോ എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയുമില്ല. ഏതായാലും പൊടുന്നനെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോഴെങ്കിലും പ്രതിപക്ഷം ഉന്നയിച്ച പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിയിരുന്നു. അങ്ങനെ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഇന്ന് നിലവിലിരിക്കുന്ന സൗഹൃദാന്തരീക്ഷം, സാമൂഹാന്തരീക്ഷം ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇന്ന് തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചു, അദ്ദേഹം എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. നമ്മൾ പറയുന്നത് മാത്രമല്ലല്ലോ, ഞാൻ അങ്ങോട്ട് പറയുന്നല്ല, നിങ്ങൾ ചോദിക്കുന്നതിന് കൂടി ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് ജനാധിപത്യ പ്രക്രിയയിൽ പൊതുവെ സ്വീകാര്യമായിട്ടുള്ള സമീപനം.